തൃശൂർ പുതുക്കാട് അവിവാഹിതരായ മാതാപിതാക്കൾ നവജാത ശിശുക്കളെ യുവതിയുടെ പങ്കാളി അസ്ഥികൂടങ്ങളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. നവജാത ശിശുക്കളുടെ അസ്ഥി ദോഷം തീർക്കാനുള്ള പൂജയ്ക്കായി സൂക്ഷിച്ചതാണെന്നും യുവാവിൻ്റെ മൊഴിയുണ്ട്. 21ഉം 26ഉം വയസ്സുള്ള യുവതിയും യുവാവും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഞെട്ടിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും വരുന്നത്. നവജാത ശിശുവിനെ കുഴിച്ചിട്ടു. തൃശ്ശൂരിൽ നിന്നാണ് കൊടും ക്രൂരതയുടെ വാർത്ത പുറത്തു വരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, എന്താണ് സംഭവം? ഇക്കാര്യത്തിൽ പോലീസ് അടക്കം നൽകുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അവിവാഹിതരായിട്ടുള്ള 21ഉം 26ഉം വയസ്സുള്ള യുവതിയും യുവാവിൻ്റെയും ജനിച്ച കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു. അത് മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടതാണോ അതോ കൊന്നു കുഴിച്ചു മൂടിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൊന്നു കുഴിച്ചിട്ടു. അതിനുശേഷം ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി ദോഷം തീർക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ യുവാവിൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവാണ് ഈ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചത്. പുതുക്കാട് സ്റ്റേഷനിലാണ് ഈ യുവാവ് എത്തിയിരിക്കുന്നത്. ഈ സംഭവം പുറത്തു വന്ന ഉടനെ പോലീസുകാരടക്കം വളരെ ഞെട്ടലോടെയാണ് ഇത് കേട്ടത്. അതിനുശേഷം പോലീസ് ഈ യുവാവിനെയും യുവതിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം കൃത്യമായി മൊഴിയെടുപ്പ് നടക്കുകയും ചെയ്യുകയാണ്. നമുക്ക് അറിയുന്ന വിവരം, ആദ്യത്തെ കുട്ടി, അതായത് ഇവർ വിവാഹം കഴിച്ചിട്ടില്ല, ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ് പുതുക്കാട്. അതിനുശേഷം ആദ്യമുണ്ടായ കുട്ടിയെ ഇവർ മരിച്ചെന്ന് പറഞ്ഞ് കുഴിച്ചിടുകയാണ് ഉണ്ടായത്. യുവതിയാണ് പറയുന്നത് കുട്ടി മരിച്ചെന്നും അതിന് താൻ പരിസരത്ത് കുഴിച്ചിട്ടുവെന്നും യുവതിയാണ് ആദ്യം യുവാവിനോട് പറയുന്നത്. ആ സമയത്ത് യുവാവ് യുവതിയോട് പറഞ്ഞുവത്രേ, ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഈ കുഞ്ഞിൻ്റെ അസ്ഥി ഉപയോഗിക്കാം എന്ന് യുവാവ് യുവതിയോട് പറയുകയും അതിനുശേഷം ഈ അടുത്തിടയ്ക്ക് മറ്റൊരു കുഞ്ഞ് ഇവർക്കുണ്ടാവുകയും ആ കുഞ്ഞും ഇതേപോലെ മരിച്ചെന്നും അതിനെയും കുഴിച്ചിട്ടുവെന്നും യുവതി യുവാവിനോട് പറയുകയും ആ കുഞ്ഞിൻ്റെ അസ്ഥിയും ഇവർ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം അറിയാവുന്ന മറ്റൊരു യുവാവാണ് ഈ കുഞ്ഞിൻ്റെ അസ്ഥിയും എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇതിപ്പോൾ കൊന്നതാണോ മരിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം വേണം. എന്തായാലും ഇതൊരു സ്വാഭാവിക മരണമായിരിക്കില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. കാരണം ഒരേപോലെ രണ്ട് കുട്ടികളും ജനിച്ച ഉടനെ മരിക്കുന്നു എന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടികളുടെ മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടെങ്കിൽ, ഈ അവിവാഹിതരായിട്ടുള്ള ഈ പങ്കാളികൾക്ക് പങ്കുണ്ടെങ്കിൽ അത് പുറത്തു വരാൻ ഉള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ്. സജിത്ത്, ഇവരെ ഒന്നിച്ചാണോ താമസം? ഇക്കാര്യത്തിൽ അഭിലാഷ അക്കാര്യം വ്യക്തമാവുന്നുണ്ടോ? കാരണം ഇത് രണ്ടാമത്തെ സംഭവം എന്നതാണല്ലോ റിപ്പോർട്ടുകൾ. അതെ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇവർ ഒരുമിച്ചല്ല താമസം. കാരണം ഒരുമിച്ചായിരുന്നെങ്കിൽ ആ കുട്ടികൾ മരിക്കുന്ന കാര്യം ആ യുവാവ് അപ്പം തന്നെ ആ സമയത്ത് തന്നെ അറിയേണ്ടതാണ്. പക്ഷേ കുട്ടികൾ മരിച്ചുവെന്ന് യുവതി പറയുമ്പോഴാണ് യുവാവ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവർ ഒരുമിച്ചല്ല താമസമെന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ യുവാവിന് പങ്കുണ്ടോ, യുവാവിന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് ലഭിക്കുക. എന്തായാലും ഈ വിവരം പോലീസ് അറിഞ്ഞ ഉടൻ ഈ രണ്ട് പേരെയും, 21 വയസ്സുള്ള യുവതിയെയും 26 വയസ്സുള്ള യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അസ്ഥി കൊണ്ടെത്തിച്ച യുവാവും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ യുവതിയും യുവാവും പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളാണ്. ഇവർ അവിവാഹിതരാണ്. ഇവർ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമുണ്ടായ കുഞ്ഞിനെ അവർ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അത് മരിച്ചതിന് ശേഷമാണോ കൊന്നു കുഴിച്ചു മൂടിയതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുശേഷം രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിയും പ്രസവത്തിനിടെ മരിക്കുന്നുവെന്നും അതിനെയും കുഴിച്ചിട്ടുവെന്നും യുവാവിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സജിത്ത്, ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് യുവാവ് കടന്നു വന്നത്. കാമുകന്മാരായി ആണ് ഇരുവരും. ഇവർ നവജാത ശിശുക്കളെ കുഴിച്ചിട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശ്ശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. സഞ്ചിയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം. കുഞ്ഞുങ്ങളുടെ മരണം കൊലപാതകമാണോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇത് കുഴിച്ചിട്ടത് എന്ത് സംബന്ധിച്ചുള്ള അടക്കമുള്ള വലിയ ദുരൂഹതകളാണ്
പുറത്തു വരുന്നത്. ഇതിൽ വ്യക്തത ഇനിയും ഉണ്ടാവേണം. ഒരുപക്ഷെ പോലീസിൻ്റെ ഒരു വ്യക്തത തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമായി വരുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇക്കാര്യത്തിൽ ഈ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ തുടരന്വേഷണങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ യുവാവ് അവിടെ എത്തുമ്പോൾ ഇന്ന് പുലർച്ചെയാണ് യുവാവ് അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ചോദ്യം ചെയ്യലിൽ 3 വർഷം മുമ്പാണ് സംഭവമെന്ന് പോലീസ് തിരിച്ചറിയുന്നു. അവിവാഹിതരായ ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിച്ചിരുന്നുവെന്നും ഇരുവരും വെളിപ്പെടുത്തുന്നു. കുട്ടി മരിച്ചതിന് ശേഷം കുട്ടിയെ കുഴിച്ചിടുകയായിരുന്നു. അതിനുശേഷം യുവാവിൻ്റെ ആവശ്യപ്രകാരമാണ് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം തീരുന്നതിന് കുഞ്ഞിൻ്റെ അസ്ഥി പെറുക്കിയെടുത്തത്. ഈ അസ്ഥി യുവാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം യുവതി വീണ്ടും 2 വർഷം മുമ്പ് മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകി. ഈ കുട്ടിയും മരിച്ചുവെന്ന് യുവാവിനെ അറിയിച്ച് കുട്ടിയെ കുഴിച്ചിടുകയായിരുന്നു. സംഭവത്തിൽ യുവാവിന് സംശയം തോന്നുകയും പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തുകയുമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികളും ഉണ്ടായിരുന്നു. സംഭവം കേട്ട് പോലീസിനടക്കം വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. അത് സംബന്ധിച്ച വ്യക്തത വരേണ്ടതുണ്ട്. പുതുക്കാട് വെള്ളികുളങ്ങര സ്വദേശികളായ 26-കാരനും 21-കാരിയും ഇവർ 2 പേരുമാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവർ 2 പേരും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നു. കാമുകി തന്നിൽ നിന്ന് അകലുന്നു എന്ന സംശയത്തെ തുടർന്ന് കാമുകൻ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു എന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഇരുവരും വിവാഹിതരല്ല. യുവതി തന്നെയും കൊല്ലുമെന്ന ഭീതിയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ കാരണമെന്ന് യുവാവ് പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. ഈ 2 കുട്ടികളെയും യുവതി കൊലപ്പെടുത്തി എന്ന സംശയത്തിലായിരിക്കാം യുവാവ് ഒരുപക്ഷെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ തുറന്നു പറച്ചിലിന് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്ന പ്രാഥമികമായ വിലയിരുത്തലാണ് പോലീസിന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാവുന്നത്.